Good morning guys. Welcome to our daily vlog. നമ്മൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. അച്ഛതെ അവിടെ പാല് കലക്കുന്ന കണ്ട് സഹിക്കാൻ വയ്യാതെ കൊച്ചിവിടെ ഇരുന്നിട്ട് വിളിക്കുക വിശന്നിട്ട്. പെട്ടെന്നാവട്ടെ അച്ഛേ. കഴിഞ്ഞു അത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പൊടി കഴിഞ്ഞിരിക്കുന്നു. കൈയെടുക്കടാ. സുട്ടുമണിയാണോ സുട്ടുമണിയാണോ? പെട്ടെന്ന് പാലും കൊണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്വാദപ്പം മാറും. എന്ത് പറ്റിയാ? 9 മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ്. 6:45 എഴുന്നേറ്റു. പാല് കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങി. കുപ്പി അടുത്തടുത്ത് വരുന്തോറും പ്രശ്നമാണ്. എന്നെ കടിച്ച് നല്ല മൈൻഡ് ഉണ്ടോ? എന്തിനായി ബോട്ടിൽ പോയല്ലോ? ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കിടത്ത. ആരെങ്കിലും കയ്യിൽ ഇങ്ങനെ കിടക്കാം. സുഖമുണ്ടല്ലേ? സുഖമുണ്ടോ? ഇനിയിപ്പോ തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങോട്ട് വരും. കള്ളിപ്പൂങ്കുയിലേ, അത് അടപ്പ് തുറന്നിട്ടല്ലേ കുടിക്കുന്നത്. എന്താടാ എന്താ എന്താ മക്കളെ താത്ത പോണ്ടേ? നമുക്ക് പനിയൊക്കെ ഏതാണ്ട് മാറിയതുപോലെ ഉണ്ട്. രാവിലെ ഇപ്പൊ ചൂടൊന്നും ഇല്ല. സെറ്റാണ്. അയ്യോ തുമ്മലോ ദൈവമേ, പനി മാറി തുമ്മലായോ? നമ്മളിന്ന് ടാറ്റ പോവും. ക്ലാപ്പി ക്ലാപ്പ്. അച്ഛൻ എന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചു വെക്കുന്നേ? അച്ഛൻ എന്നെ എപ്പോഴും ഇങ്ങനെ പിടിച്ചു വെക്കും. എന്തച്ഛനാണോ? നമുക്കൊന്ന് അമ്മയെ തൊട്ടെങ്കിലും ഇരിക്കണം. എന്റെ കാലിന്റെ അടുത്ത് വന്നിരിക്കുക. ഇത് എന്തൊരു കൊച്ചായത്? ഇത് എന്തൊരു കൊച്ചാന്നാ ഞാൻ ചോദിക്കണേ. സഹസ്രക്കുട്ടപ്പൻ, സഹസ്രക്കുട്ടപ്പി. അച്ഛക്ക് ഉറങ്ങി മതിയായില്ലേ അച്ഛ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഡാഡ് ലൈഫ്? പറ. So far so good. പറമ്പൂ, എങ്ങനെയുണ്ട് അച്ഛനായതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചൊരു 2 വാക്ക് പറ. ഒന്നും പറയാമ്പോ പ്ലീസ് പറ. നിനക്ക് എന്നെ മുമ്പേ അറിയാലോ. രാവിലെ എനിക്ക് കുറേ നേരത്തേക്ക് എനിക്ക് കലിപ്പിലേക്ക് ഇഷ്ടമല്ലാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇഷ്ടക്കേട്?
മാറി കിട്ടിയില്ലേ? സ്വന്തം മകളാണ് ആ കലപിലാക്കുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യ? പറ. എന്താ മക്കളെ, എന്റെ അമ്മച്ചിക്ക് രാവിലത്തെ ഷിഫ്റ്റിൽ മീൻസ് രാവിലെ ഒരു 9 മണിക്കൊക്കെ തുടങ്ങുന്ന ഷിഫ്റ്റ്, 8 മണിക്കൊക്കെ തുടങ്ങുന്ന ഷിഫ്റ്റുള്ള ജോലിക്കൊന്നും പോകത്തില്ല. ജോലിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചാലും പോകത്തില്ല. ആദ്യം നോക്കും ഷിഫ്റ്റ് പാറ്റേൺ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖല്ലേ? നല്ല സുഖമുണ്ട്. ഇപ്പൊ അതൊക്കെ മാറി കിട്ടിയില്ലേ? പീക്കറോ പീക്കറോ. ഇപ്പൊ രാത്രി ഉറങ്ങാൻ ശ്രമിക്കില്ല, പകൽ ഉറങ്ങാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് നല്ല സുഖമുണ്ട്. എന്നൊക്കെ തേപ്പോണ്. എങ്ങോട്ടാ? 3 മണിക്ക് 2 മണിക്ക് ഉറങ്ങിയാലും 6 മണിക്ക് എണീക്കണം. ഇതെങ്ങോട്ടായി കൊച്ചു കയറി പോണത്? നിനക്ക് ഇത്ര സ്ഥലം കിടക്കുമല്ലേ, തിരിഞ്ഞു പോടി. ഇനി മാറിയിട്ട് എവിടുന്ന് ഇല്ല മക്കളെ. എന്തോന്നാ തെരഞ്ഞു വരുവാണോ ദൈവമേ? എന്തുവാ താത്താന്ന് പറയുന്നുണ്ട്. നിന്റെ ബോട്ടിലാണോ നീ നോക്കണത്? അതോ ഇരിക്കണോ? അത് ശരി, ഞാൻ എഴുന്നേറ്റ് മാറി തരണോ? എന്താണ് എന്താണ് രാവിലെ എഴുന്നേറ്റ പരിപാടി? ആഹാ, എന്നാ ചിരി. സഹസ്രക്കുട്ടി, എന്തിനാ ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നത്? നീ ഒരു 10 മണിയായിട്ട് എഴുന്നേറ്റോ? കുഴപ്പമില്ല, ഒരു 10 മണിയാവുമ്പോഴേ എഴുന്നേറ്റാ മതി. പക്ഷെ ഇന്നലത്തെക്കാട്ടിലും ഇന്ന് ഭേദാ. ഒരു 9 മണിയൊക്കെ ആയിട്ടാ എഴുന്നേറ്റത്. അച്ഛമോള് പോയി. അച്ഛമോളെവിടെ? അച്ഛപ്പൊന്നെവിടെ? ഒരു ഈച്ചാണത്. എന്തോ അച്ഛപ്പൊന്നെവിടെ? അച്ഛപ്പൊന്നെവിടെ? കാലെടുത്ത കാല് മസാജ് ചെയ്ത് കൊടുക്ക് അച്ഛക്ക്. കാലെത്തൂല, കൈ മതിയോന്ന്. കൈ മതിയോ അച്ഛേ? സഹസ്രക്കുട്ടി. അമ്മേ, അയ്യോ ഗൈസ്, എനിക്ക് വീണ്ടും ഉറക്കം വരുന്നു. അമ്മേ, എന്താ എന്താ? പാട്ട് പാടിക്കേ, നമ്മുടെ കാക്കേ പാടിക്കേ. കാക്കേ കൂടെ വിടി, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടി, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരങ്ങിടും. അയ്യോ, കുഞ്ഞിന് പെട്ടെന്ന് മോഹാലസ്യം വന്നു ഗൈസ്. കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചേ. മ്യാവ് എവിടെ? മ്യാവ് എവിടെ? ഇത് കണ്ട ഇത് അവള് കണ്ടു, അതിനാണ് വരുന്നത്. എന്റെ മോനെ, ഇനി താഴെ എന്തൊക്കെ പൊടികളുണ്ട്. ആ പൊടികൾ എന്തെങ്കിലും കണ്ടാൽ അടുത്ത ലക്ഷ്യം അതിനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നതാണ്. ഇതൊക്കെ എങ്ങനെ ഇവളുടെ കണ്ണിപ്പെടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് നമ്മൾ നീങ്ങി കൊടുക്കുക. മിക്കവാറും അച്ഛൻ ഇപ്പം മറ്റേ നിന്റെ കൃപി കയറി കിടക്കും.
ഇനി അച്ഛൻ്റെ കണ്ണ് കുത്തിയെടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ആദ്യം മീശയിൽ തുടങ്ങാം. നല്ല മീശ. ഒന്നും കൂടി ഒന്ന് കുത്തിയാലോ? മൂട് പോയി. എന്നാ വേണ്ട, ഒന്നും കൂടി ചെയ്യാം. ഇതെന്താണ് ഈ മുഖത്തൊക്കെ? പണിക്ക് പോവാതെ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഇതെന്ത് സാധനം ഇത്? കൊള്ളാലോ, ഒന്ന് കുത്തിയെടുക്കാന്ന്. അച്ഛാ താത്ത കൊണ്ടുപോവാ പറഞ്ഞില്ലേ വൈകിട്ട്? ഇപ്പഴാണ് താത്ത പോണേ. ഈ ചൂട് നോക്കിക്കാണ് പുറത്ത്. വൈകിട്ട് കൊണ്ടുപോവാ താത്ത. വൈകിട്ട് പാർക്കിൽ കൊണ്ടുപോവോ അച്ഛേ? വൈകിട്ട് താത്ത പോവാ. അച്ഛേ അച്ഛേ അച്ഛേ, വൈകിട്ട് ഞങ്ങളെ പാർക്കിൽ കൊണ്ടുപോവോ? എന്നെ അമ്മേ. നിന്നെ ആരും വിളിച്ചെന്ന് വിടുന്നു? നിന്നിപ്പ ആരും വിളിച്ച അല്ലേ? കുത്തിയെടുക്ക് കുത്തിയെടുക്ക് കുത്തിയെടുക്ക്. ഓ ഓ ഗൈസ്, സാധാരണ പിള്ളേർ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മേ അമ്മേ എന്നല്ലേ വിളിക്കുന്നത്. എൻ്റെ കൊച്ച് അച്ഛേ അച്ഛേ എന്നാണ് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കമന്റ് ബിലോ. എന്താടാ കമന്റ് ബിലോ. അതെന്താ അങ്ങനെ? അല്ല, ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. എടി, പ്രസവിച്ച അന്ന് മുതൽ ഇങ്ങോട്ട് നോക്ക്. പ്രസവിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ ഞാനല്ലേടി ഒറ്റയ്ക്ക് നോക്കുന്നത്? ആണോ? പിടിക്കല്ലേ? എന്നിട്ട് നീ എന്താ അമ്മേ അമ്മേന്ന് വിളിക്കാത്തത്? സഹസ്ര എനിക്ക് ആൻസർ തന്നില്ല. സഹസ്രക്കുട്ടി പറയടി, നീ എന്താ എന്നെ അമ്മേ അമ്മേന്ന് വിളിക്കാതെ നീ ഫസ്റ്റിലെ നിന്റെ അച്ഛയെ വിളിച്ചത്? എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ പറഞ്ഞത്. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പുലിമുരുകനാവും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള്. വേണ്ട 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 വേണ്ട, സ്നേഹമൊന്നും വേണ്ട കേട്ടോ. എന്റെ മുടിയൊക്കെ ഇരിക്കുന്നു. ഓട്ടത്തലയായി ഗൈസ്, ഓട്ടത്തല. എന്തോരം മുടി ഉണ്ടായിരുന്ന തലയാ കണ്ടോ? നിനക്ക് വേണ്ടി ഞാൻ എന്റെ മുടി വരെ കളഞ്ഞു. എന്നിട്ട് അച്ഛേ അച്ഛേ താ എന്റെ മുടി തിരിച്ചതാ. എന്റെ ഈ കൊടവണ്ടി പഴയതുപോലെ ആക്കിത്താ. പെട്ടെന്ന് ആക്കിത്തരാ. എന്റെ വയറ്റിൻ്റെ ഉള്ളിൽ കയറി കിടന്നിട്ട് എന്റെ വയറും വലുതാക്കിയിട്ട് വായും തുടങ്ങി നോക്കുന്ന നീ. കണ്ടോ എന്റെ വയറിരിക്കണേ? പഴയതുപോലെ ആക്കിത്താടി. പണിയെടുക്കണം തള്ളേന്ന്. പണിയെടുക്കണമെന്ന് പഴയതുപോലെ ആവുന്നത് അല്ലേ? എന്നെ ഇങ്കേ എന്നാണ് വിളിക്കുന്നത്. അത് കൊള്ളാം. അവക്കെന്തോ പറയാനുണ്ടല്ലോ ഗൈസ്, കേട്ടോളൂ. പറഞ്ഞോ, എന്താ പറയാനുള്ള കൊച്ചിന്? മുടി പിടിക്കാൻ വന്നതാണ്. പൊക്കം അടക്കം. എന്താണ് ഈ മുടിയൊക്കെ കാണുമ്പോൾ ഇത്ര ഇൻട്രസ്റ്റ്? എൻ്റെ അച്ഛക്ക് തോനെ മുടിയുണ്ട്. പോയി പൊടിച്ച് അച്ഛക്ക് ഇഷ്ടം പോലെ മുടിയുണ്ട്. പൊക്കോ. അക്രമി ഗൈസ്, അക്രമി. അവള് പിടിച്ചത്. പണ്ട് അല്ലുവിനുണ്ടായിരുന്നു ഈ പരിപാടി. അല്ലു ഉറങ്ങുമ്പോഴും പാൽ കുടിക്കുമ്പോഴൊക്കെ അവൻ ഇച്ചിരി മുടി ഇങ്ങനെ വേണം. അതുപോലെ ഇല്ലെങ്കിലും, അതുപോലെ പാൽ കുടിക്കാനൊന്നും ഉണ്ടെങ്കിലും
ഇവൾക്ക് മുടി കാണുമ്പോൾ ഒരു ഹര. അത് നീ എല്ലാ പിള്ളേരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ വിട്, ഇതിനെ വിടിയിപ്പിച്ചെടുക്കാനാണോ നോക്ക്. മറ്റേ വരുന്നു ഒന്ന് രക്ഷിക്ക് മനുഷ്യ, നോക്കിക്കൊണ്ട് കിടക്കാണ്ട്. കയറി പോണ് ആമ പിടിക്ക്. എല്ലാ സാധനവും ഒരുമിച്ച് വേണോ? ഇത് ഞാൻ പറഞ്ഞില്ലേ അമ്പു, ഇത് അത് നോക്ക്. ആ ബെഡ് അതിൽ കണ്ടോ, ആ പില്ലോയിൽ നോക്കിക്കേ. മരത്തിന്റെ സാധനങ്ങള് ഇവിടെ 2 വിൻഡോയും തുറന്നിട്ടേക്കുന്ന കാരണം മരത്തിന്റെ പൂവും കായും ഇലയും എല്ലാം കൂടി ഒക്കെ പറന്ന് ഇതിനകത്തേക്ക് കയറുന്നുണ്ട്. അയ്യോ, അടുത്തത് സാഹസരക്കൊട്ടി. സാഹസരയുടെ തലയിൽ വരേണ്ടത്. എന്താണ് തൊട്ട് നോക്കുന്നു? എടുത്തത് ഇതൊക്കെ എന്ത്? പുലിമുരുക എല്ലാം ഒറ്റ കൈ കൊണ്ടാണ് കണ്ട കിടക്കുന്നുണ്ടോ? അനന്ത പത്മനാഭന്റെ മണ്ണിൽ നിന്നായതുകൊണ്ടാണോ നീ അങ്ങനെ കിടക്കുന്നത്? കണ്ട കയ്യിൽ നിന്ന് പോയി നമ്മൾ കാല് വെച്ച് ബാലൻസ് ചെയ്യുന്നതിന്. അതാണ് നമ്മൾ അല്ലേ? ഈ സാധനം കൊച്ചിനെന്തിനാ? കൊച്ചിനെന്തിനാ അത്? പാട്ട് കേൾക്കാനാ? പാട്ട് കേൾക്കാനാണോടാ? പെണ്ണാ, അച്ഛ വീണ്ടും ആ ഗ്യാപ്പിൽ കൂടെ ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അച്ഛക്ക് അങ്ങനെയൊക്കെ ഉറങ്ങാനുള്ള പ്രത്യേകതരം കഴിവുകളുണ്ട്. എടാ അച്ഛ ഉറങ്ങി, അത് വെച്ചൊരു കൊട്ടു കൊടുക്ക്. കമൺ ഗൈസ്, നമുക്ക് രാവിലെ പുറത്തു പോവാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന്. അതെങ്ങനെ ഉണ്ടാകുമ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ പുലിമുരുകൻ. മുരുക. ഇതിപ്പോൾ അനന്തപത്മനാഭനാണോ അതോ പുലിമുരുകനാണോ എന്ന് മനസ്സിലാവണില്ല അങ്ങോട്ട്. ചില സമയം കണ്ടാൽ പുലിമുരുകനാണെന്ന് തോന്നും, ചില സമയം കണ്ടാൽ അനന്ത പത്മനാഭനാണെന്ന് തോന്നും. ആരെയാ എന്നെ പിടിക്കുന്നത്? അത് പറ്റത്തില്ല. ഈ വീട്ടിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എൻ്റെ അലപ്പ് നീ കേട്ടേ പറ്റൂ. ശല്യമെന്നൊക്കെ രാവിലെ എഴുന്നേറ്റ് തുടങ്ങുമെന്നൊക്കെ. അത് മടുത്ത്, അത് കളഞ്ഞിട്ട് പോയി. ഇനി അടുത്ത പരിപാടി. ഇനി കുറച്ചു നേരം ഞാൻ എൻ്റെ സ്വന്തം ബോട്ടിൽ വെച്ച് കളിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സഹസ്രമോ ടാറ്റ പോണ്ടേ. എന്താ അതെ, ഞങ്ങളൊരു പുതിയ റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണേ. ആഹാ എന്നാണ് പേര്. പാസിഫയർ സംസാരിക്കാൻ പറ്റത്തില്ല ഇവിടുന്ന്.
അടിപൊളി ലേസ് കേട്ടോ. അല്ലേ രണ്ട് പീസുള്ളൂ, രണ്ട് ചാട്ട്. അച്ഛനേ വരുന്നു, അച്ഛനേ വരുന്നു, അച്ഛനേ വരുന്നു. നമ്മള് കുളിച്ച് ശുണ്ടിരിയായല്ലോ, നമ്മള് കുളിച്ച് ശുണ്ടിരി മണിയായി ഇരിക്കുവാണല്ലോ. അച്ഛയായിട്ട് ഒളിച്ചു കളിക്കുവാ നമ്മള്. ഒളിച്ചേ 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 കണ്ടേ. അയ്യോ അച്ഛ കണ്ടല്ലോ. അച്ഛ എവിടെ, അച്ഛ എവിടെ? അച്ഛ എവിടെ പോയി? അച്ഛ എവിടെ? ഒളിച്ചേ ఏంది ഉറക്കം വരുന്നു. അതാണ് വലിയ താല്പര്യം ഇല്ലാതെ ഇങ്ങനെ സ്മൈല് മാത്രം, ബഹളമൊന്നും വെക്കാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ഉടൻ തന്നെ ഇരിക്കുന്നതാണ് സ്വന്തമായിട്ട് എഴുന്നേറ്റ്. ഇന്ന് നമ്മള് അതിന്റെ ശ്രമങ്ങളൊക്കെ കണ്ടു. എന്താ അയ്യോ അയ്യോ അച്ഛാ, ആ അച്ഛ എന്ത് ചെയ്തു? അച്ഛ ടാറ്റയോ? ഇന്നലെ ഞങ്ങളിവിടെ ഇരുന്ന് പുറത്ത്, പക്ഷെ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ട് അത് ഒന്ന് സംസാരിച്ച് ബേബിനെ കണ്ടില്ലേ? ബേബിയെ കണ്ടോ? അവര് ചാറ്റത് എന്ത് ചെയ്യാ? ഹായ്, എന്ത് നല്ല കാറ്റ്, എന്ത് സുഖ അല്ലേ? ചോറും ചമ്മന്തി ഉണ്ടാക്കണോ? എന്നാ അതും കൂടെ കഴിഞ്ഞിട്ട് പോയി കുളിക്കാനാ. പറ. ബിരിയാണി ഒന്നും വേണ്ട എനിക്ക്. ചോറും ചമ്മന്തി. ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ. ചമ്മന്തിക്ക് തേങ്ങ ഉണ്ടോന്ന് അറിയില്ല. ആദ്യം പോയാൽ നോക്കാം. കൊള്ളാല്ല, അത് തിരിഞ്ഞ് നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ അപ്പുറത്തെ സൈഡ് ആ റോസ് വെട്ടിയില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? ഇവിടെ ഈ ഒരു റോസും ഉണ്ട്, ദേ ഇവിടെ വേറൊരെണ്ണം ഉണ്ട്. ഇത് നമ്മൾ വെട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് ഞങ്ങൾ വെട്ടിയില്ല, പക്ഷെ ഇത് ഞങ്ങൾ വെട്ടി നിർത്തിയായിരുന്നു. അപ്പം ദേ അടിപൊളിയായിട്ട് അത് വളർന്നു വന്നു അല്ലേ പോന? അത് വെട്ടാൻ ഒരു വിശ്വാസം ഇല്ലായിരുന്നു, കുറച്ചുണ്ടായിരുന്നു കണ്ടു. പക്ഷെ അതുകൂടെ വെട്ടി നിർത്തിയിരുന്നെങ്കിൽ നല്ലോണം പൂവുണ്ടായേനെ. അതിൻ്റെ ഒരു കളറ് ഇത് ഈ ഒരു കളറ്. പക്ഷെ ഈ കളർ ഭയങ്കര രസമുണ്ട് കാണാൻ. നമുക്ക് നല്ല അടിപൊളി കളറല്ലേ? അത് നോക്ക്, അത് വലിയൊരു പൂ നിൽക്കുന്നു കണ്ട. തേങ്ങ ഇല്ല ഗൈസ്, തേങ്ങ തീർന്നു പോയി. തേങ്ങ മറ്റേ നമ്മൾ മറ്റേ കല്ലി ചുടുന്ന മറ്റേ സാധനം ഉണ്ടാക്കിയില്ലേ, എന്തായിരുന്നു അതിൻ്റെ പേര്? ഓട്ടട എന്നാണ് അതിന് പറയുന്നത് വീട്ടിലമ്മ. ഓക്കെ, ഓട്ടട. ആ സാധനം ഉണ്ടാക്കിയപ്പോൾ തേങ്ങ തീർന്നു പോയി. അതുകൊണ്ട് ഇന്ന് ചോറും ചമ്മന്തിയും ക്യാൻസൽ. പകരം
പകരം എന്താകുമ്പോ പറയത്തില്ല. പകരം മട്ടൺ ബിരിയാണി. ദൈവത്തിനറിയാം. വിളിച്ചു ചോദിക്കുന്നുണ്ട്, അവിടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. മട്ടൺ ബിരിയാണി ഇല്ലടേ. തേങ്ങ ഇല്ല ഇനി. നോക്കണ്ട, ഞാൻ അടുത്തോട്ട് തിരിക്കും. അച്ഛ വരുന്ന കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ് അവിടുന്ന്. അച്ഛയുടെ കാല് നോക്കുക, കാല് അനങ്ങുന്നതനുസരിച്ചിട്ടാണ് അവളുടെ ഇത്. അച്ഛടാ തിരിച്ചൊന്ന് നോക്കി. പ്ലേ ടൈം. പോകുമ്പോ വലിയ ഇതൊന്നും കാണില്ല. തിരിച്ചു പോകുമ്പോ ഒരു എക്സ്പ്രഷനും ഇല്ല, അങ്ങനെ ഇരിക്കുക. തിരിച്ചു വരുമ്പോഴതാണിത്. നീ പോയേ. ബൈ ബൈ. ഓക്കേ, see you. നോക്കണം, നോക്കിയോ. ഉമ്മയൊന്നുമില്ല, ഇറങ്ങി നടക്കാദ്യം. തിരിച്ചു പോവും. ആര് പോയിട്ട് വന്നാലും അവൾക്ക് സന്തോഷം. ആ കളി ഇഷ്ടപ്പെട്ട്. അയ്യോ അയ്യോ അയ്യോ. നീ ഇവിടുന്നേ അങ്ങോട്ട് പോട്ടെ, സൈഡിലോട്ടൊക്കെ തിന്ന് ചാടിക്കാണ്. ഇവിടെ നോക്കിക്കോ. ഞാൻ തളർന്നിട്ടാ, ഈ കളി വേണ്ട. വന്നേ. കുട്ടിക്കാടാ ഒളിച്ചേ കണ്ടേ. ഫ്രീസറിൽ തേങ്ങ ഉണ്ടായിരുന്നു, ഞാൻ തപ്പിയെടുത്തു. ആക്ച്വലി നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ബ്രാൻഡ് ഞങ്ങൾ വാങ്ങിയിട്ട് അത് ഉപയോഗിക്കാണ്ട് അതവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതൊന്ന് ചമ്മന്തിയാക്കാന്ന് വിചാരിച്ചു. അവിടെ അച്ഛനും മോളും കൂടെ അതേ കൊട്ടി കളിക്കുന്നു. കുട്ടിക്ക് കൊട്ടാൻ പറ്റൂല. ഹായ് ഹായ് ഹലോ ഹലോ. ഇപ്പൊ താങ്കൾ തലയില് റോസാപ്പൂ വെച്ച പോലുണ്ട് ആ ഫ്രെയിമില്.
നമ്മൾ ടാറ്റ കൊടുക്കും. എപ്പോഴും ടാറ്റ പോയാ മതിയോ? നമ്മൾ ടാറ്റയിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു 9 മണിയൊക്കെ ആയി. 9 മണിയോ? ആ, ഇതിന്റെ പേരെന്തായിരുന്നു? എഗ് പ്ലാന്റ്. സുമേഷ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചോറായി, അതോടെ ഉണ്ട്. ഇതെല്ലാം ആക്കിയിട്ട് ഞാനൊന്ന് പോയി ഓടിപ്പോയി ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അപ്പം അതോടുകൂടി ഇന്നത്തെ വ്ളോഗ് കഴിയും. മുട്ട പൊരിക്കുന്നത് കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. കാരണം മുട്ട അങ്ങോട്ട് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ചൂടോടെ അങ്ങോട്ട് കഴിക്കണം, എന്നാലാണ് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ, ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഈ എന്താണ് എഗ് പ്ലാന്റ്, അതിനിവിടെ വേറെ എന്തോ ഒരു പേരെന്ന് പേര് ഓബർജീൻ ഓക്കെ, ആ സാധനം ആയിക്കൊണ്ടിരിക്കുന്നു കേസ്. ചേട്ടാ അത് ഞാൻ ഓൾറെഡി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടോ? ഓക്കെ, അപ്പൊ ശരി, ഞാൻ ഇതൊക്കെ തീർത്തിട്ട് കുളിയും കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഉണ്ണാം. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ കേട്ടോ. സഹസ്രക്കുട്ടി ഉറങ്ങി, നമ്മളിത് ഫുഡ് എടുത്തിട്ട് ടി വിയും കൂടെ കണ്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ അവളെ ഒന്ന് ശ്രദ്ധിക്കാനും പറ്റുമല്ലോ. അങ്ങനെ